കൂട്ട് തയ്യാറാക്കിയ ഉടൻ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാത്ത നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി ഞാനിവിടെ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. 4 മണിക്കൂർ നേരത്തേക്കാണ് ഇത് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ വെള്ളം മാറ്റിയെടുക്കാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ മാറിയതിന് ശേഷം ഒരു തുണിയിലേക്ക് വിരിച്ചിട്ട് ഇത് നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം മിക്സറിൻ്റെ ജാറിലിട്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ മിനുസപ്പൊടിയായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് തരിതരിപ്പായിട്ടൊന്നല്ല പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. 2 പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി നല്ലപോലെ പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പതഞ്ഞ് വരുന്നത് വരെ മാത്രമാണ് ശർക്കര പാനിയാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു ശർക്കര പാനി ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് കൊടുക്കാം. പഴം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകുക. വെള്ളമൊക്കെ ആ ഒരു പറഞ്ഞ അളവിലെടുത്ത് ഈ ഒരു പാകത്തിനുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വഴറ്റിയെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു നെയ്യുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല രുചിയാണ്. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. കൂട്ടി ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവേണ്ടത്. ഇതിന് റെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ചുട്ടെടുക്കാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെയ്യ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഓരോ കുഴിയിലേക്കായിട്ട് നമ്മളുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ്സിലാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കുഴിയുടെ 1/4 ഭാഗത്തോളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് പുറമേ കളറൊക്കെ മാറും, ഉള്ളോളം വെന്ത് വരില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ 8 മണിക്കൂർ റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാറ്. ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.